ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ഏറ്റവും ബിസിയായിട്ടുള്ള മത്സരാർത്ഥികൾ ആരാണെന്ന് ചോദിച്ചാൽ മത്സരാർത്ഥികൾ പോലും പറയാതെ പറയാൻ പോകുന്ന മറുപടി രേണുസുതി എന്നാകും. 30 ദിവസത്തോളം ബിഗ് ബോസ് ചിലവഴിച്ച ശേഷം സ്വമേധ രേണു ഷോ കിറ്റ് ചെയ്ത് പുറത്തു വരികയായിരുന്നു. ഹൗസിനുള്ളിൽ അടച്ചുപൂട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഭർത്താവ് കൊല്ലം സുധിയുടെ മരണം മൂലം വന്ന ട്രോമയടക്കം വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങിയെന്നും മക്കളെ കാണാൻ കഴിയാത്തത് മാനസികമായി ബാധിക്കുമെന്നും പറഞ്ഞാണ് ബിഗ് ബോസിന്റെ അനുവാദത്തോടുകൂടി രേണു ഷോ കിറ്റ് ചെയ്തത്. ഷോയിൽ നിന്ന് പുറത്തു വരുമ്പോഴും വലിയൊരു പ്രേക്ഷക പിന്തുണ രേണുവിന് ഉണ്ടായിരുന്നു. തന്റെ പേരിലുണ്ടായിരുന്ന നെഗറ്റീവ് ഇമേജ് രേണു മാറ്റിയെടുത്തതും ബിഗ് ബോസിനോടാണ്. എന്നാൽ ബിഗ് ബോസിന് ശേഷം നിലവാരമില്ലാത്ത ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോകളെല്ലാം വീണ്ടും അഭിനയിച്ചു തുടങ്ങിയതോടെ രേണുവിന് എതിരെ വീണ്ടും പരിഹാസം, ട്രോളും അശ്ലീലവും നിറഞ്ഞ കമന്റുകളൊക്കെ വന്നു തുടങ്ങി. കാട്ടുമങ്ക എന്ന ആൽബത്തിലാണ് രേണു ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. ആദിവാസി പെൺകുട്ടിയുടെ പ്രണയവും മറ്റുമാണ് ഇതിവൃത്തം. ആ ആൽബത്തിന് വേണ്ടി രേണു ധരിച്ച വേഷവും ആദിവാസികളെക്കുറിച്ച് നടത്തിയ ചില കമന്റുകളും വലിയ രീതിയിൽ വിമർശനം ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മ്യൂസിക് വീഡിയോയുടെ ബിഹൈൻഡ് ദ സ്ക്രീൻ രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയതാണ് രേണുവിനെതിരെ സോഷ്യൽ മീഡിയ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. കാട്ടുമൂപ്പന്റെ മക്കളായിട്ടാണ് രേണു അഭിനയിച്ചിരിക്കുന്നത്. പുലിതോലിന്റെ ഡിസൈനിലുള്ള പാവാടയും സ്ലീവ്ലെസ് ടോപ്പുമാണ് രേണു ധരിച്ചിരിക്കുന്നത്. ഇനിയും ഡ്രസ്സിന്റെ ഇറക്കം കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു. അയ്യോ, ഒന്നും പറയാൻ പാടില്ലല്ലേ, വിധവയല്ലേ, മക്കളെ നോക്കാൻ കഷ്ടപ്പെടുവല്ലേ, നാണമില്ലേ ഇവൾക്ക്, ഷൂട്ടിംഗ് ഒരുപാട് നടക്കുന്നു, പടം റിലീസ് ഒന്നും എവിടെയും കാണുന്നില്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടോ, എൻ്റെ സുധി നിങ്ങൾ എത്ര ഭാഗ്യവാനാണല്ലോ, ഇതൊന്നും കാണണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാ കാണുന്ന, വല്ല ആൽബമായിട്ട് ഇറങ്ങുന്നുണ്ടോ, ഇറങ്ങുന്നില്ലേലും പറയണ്ട, ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ, ഇനി അതുകൂടി കാണാനുള്ള കരുത്ത് എനിക്ക് ഇങ്ങനെ നീളുന്ന കമൻറ്റുകൾ ചില രേണുവിനെ അനുകൂലിച്ചും എത്തിയിട്ടുണ്ട്. രേണുവിൻ്റെ ഡ്രസ്സിൽ എന്താണ് മോശം, ഇവിടെ നെഗറ്റീവ് കമ്പ് ഇട്ടവൾ പറയുന്നത് പോലെ ഒന്നും മോശമായി തോന്നുന്നില്ല. ഇതിന് മോശമായും വസ്ത്രം ധരിച്ച് എത്ര സ്ത്രീകൾ സോഷ്യൽ മീഡിയ ക്യാഷ് വാങ്ങുന്നു, റീച്ച് ആകുന്നു. നിങ്ങൾക്ക് റീനോട് എന്തെങ്കിലും ഇത്ര വിരോധമുണ്ടോ? അവർ നിങ്ങളെ എന്തെങ്കിലും ദ്രോഹിക്കുന്നുണ്ടോ എന്നൊക്കെ പോകുന്നു.